പ്രൈസ്തലോ. എനിക്കിവിടെ കയറി നിൽക്കാനുള്ള ഒരു ഭയം കൊണ്ടാണ് ഇവിടെ കയറി നിൽക്കാൻ വരാത്തത്. ഈശോനോട് പറഞ്ഞു, നിനക്ക് പറയാൻ മടിയാണോ എന്ന് ചോദിച്ചു. ഇവിടെ സ്തുതിപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് എന്നോട് ഈശോ പറഞ്ഞു, നീ എൻ്റെ മുഖത്ത് നോക്കാൻ പറഞ്ഞു. നീ എൻ്റെ മുഖത്ത് നോക്ക്. ഞാൻ പെട്ടെന്ന് സ്തുതിപ്പിൻ്റെ ശബ്ദം കുറച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു, നെറ്റ് വേണമെന്ന് പറഞ്ഞു. ഈ നെറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇൻ്റർനെറ്റ്, അത് എന്നാ സാധനമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നെറ്റെന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് അതെന്താന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നെറ്റ് നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം, നെറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ദാഹിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തീ വന്ന് ചാടുന്നത് പോലെ ചാടിയിട്ട് അത് ഇരുന്ന് കുതിക്കുമായിരുന്നു. പറയാൻ വരാത്ത രീതിയിൽ. ഇങ്ങനെ നീ ആത്മാക്കൾക്ക് വേണ്ടി പിന്നെ ഇങ്ങനെ 2 സ്ഥലം പേര് കിട്ടി, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ഒരു ഇങ്ങനെ കുറേ തേങ്ങയുടെ പോലത്തെ ഒരു സാധനം, അതിൻ്റെ അകത്ത് എന്തോ സാധനം ഉണ്ട്, അത് നിറയെ പാവമാണെന്ന് പറഞ്ഞു എന്നോട്. പിന്നെ നിയമം പൂർത്തിയാക്കാനോ നിയമത്തെയോ പ്രവാചകന്മാരെയോ പൂർത്തിയാക്കുവാനല്ല, അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് ഈശോ വന്നിരിക്കുന്നതെന്ന്. അത് ആരിലൂടെയാണ് പൂർത്തിയാക്കുന്നത്? അത് നമ്മൾ ഓരോരുത്തരിലൂടെയാണെന്നുള്ള ആ ബോധ്യം കിട്ടി.